ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇനി ഇലക്ഷന് 15 ദിവസം തികച്ച് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ ഒരു മാസം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഈ ഒരു മാർച്ച് മാസം റേഷൻ വിഹിതങ്ങൾ കറക്റ്റ് സമയത്ത് ലഭിക്കും. അതുപോലെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി ലഭിക്കും. അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റ് നേരത്തെ ലഭിക്കും. അങ്ങനെ ലഭിക്കും എന്നുള്ള തോന്നിപ്പിക്കലുമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. 12-ാം തീയതി മുതൽ മാർച്ച് മാസത്തെ കിറ്റ് വിതരണം ആരംഭിച്ചു എന്ന് പറഞ്ഞു. അത് ഇപോസ് മെഷീനിൽ അവൈലബിളും ആണ്. എന്നിട്ടും ആ ഒരു കിറ്റൊന്നും റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല. വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് അതിൻ്റെ ഒരു വിതരണം നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാക്സിമം നേരത്തെ വിതരണം ചെയ്ത് പൂർത്തിയാക്കി ഏപ്രിൽ മാസത്തെ കിറ്റൊക്കെ നേരത്തെ വിതരണം ചെയ്യും ഇലക്ഷന് മുന്നോടിയായിട്ട് എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോഴും ആ ഒരു കിറ്റ് മാർച്ച് മാസത്തേത് കിറ്റ് വിതരണം തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് കൊട്ടിഘോഷിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള 10 കിലോ അരി അതും ഇതുവരെ റേഷൻ കടയിൽ എത്തിയിട്ടില്ല. അത് ഇനി എന്നാണ് ലഭിക്കുക എന്നുള്ളത് യാതൊരു നിശ്ചയവുമില്ല. ഇനിയിപ്പോൾ അത് 2 മാസം കൊണ്ട് നീട്ടിക്കൊണ്ടുപോയാൽ ഈ സർക്കാരിന് ചിലപ്പോൾ കൊടുക്കേണ്ടിയും വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതൊരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 10 കിലോ അരി ആദ്യം 4 മാസം വിതരണം ചെയ്തു. അത് വലിയ ആശ്വാസമായിരുന്നു. പിന്നീട് അത് സർക്കാർ നിർത്തുകയുണ്ടായി. പിന്നീട് പല ആളുകളും എതിർപ്പുകളും അപേക്ഷകളും അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ കേട്ട് പിന്നീട് വീണ്ടും ഇത് കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞു. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇതുവരെ അത് റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ബജറ്റിൽ പറഞ്ഞപ്പോൾ നമ്മൾ ബജറ്റ് ജനുവരിയിലായിരുന്നു. ആ ബജറ്റിൽ പറഞ്ഞപ്പോൾ ആ ഒരു മാസം എന്തായാലും അത് കിട്ടുകയില്ല എന്നറിയാം. എങ്കിലും ഫെബ്രുവരി മാസം അത് വിതരണം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ മാസമില്ല. പിന്നീട് അത് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞു. അപ്പോൾ ഇനി ഓക്കെ, മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും അത് കിട്ടും എന്നും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ മാർച്ച് മാസം 22-ാം തീയതി അസ്തമിക്കാൻ പോകുകയാണ്. ഈ ദിവസം വരെ ഈ ഒരു അരി റേഷൻ കടകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ വിതരണം എന്ന് തുടങ്ങും എന്നുള്ളതും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടില്ല. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൊടുക്കും എന്നുള്ളൊരു സൂചനയ്ക്ക് ഈ മാർച്ച് മാസത്തെ റേഷൻ വിതരണം 8-ാം തീയതി തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. അന്ന് പറഞ്ഞിരുന്നു നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം എന്ന് തുടങ്ങുമെന്ന് പിന്നീട് അറിയിക്കാമെന്ന്. അപ്പോൾ നമ്മൾ കരുതി സ്വാഭാവികമായിട്ടും ഇത് റേഷൻ കടകളിൽ എത്തേണ്ടതുണ്ട്, കൂടുതൽ അരി സ്റ്റോക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. ഇതിപ്പോൾ 2 ആഴ്ചയും കഴിഞ്ഞു. ഇനി 8 ദിവസം കഴിഞ്ഞാൽ മാർച്ച് മാസം തീരും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു അരിയൊന്നും റേഷൻ കടയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള സത്യം. അപ്പോൾ ഈ ഒരു സങ്കടം നിങ്ങളുമായി പങ്കുവെക്കുക, അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.